മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം വലിയ നാശനഷ്ടമാണ് സമീപ പ്രദേശത്തുണ്ടാക്കിയത്. വീടുകളുടെ മേൽക്കൂരയും ജനലുമെല്ലാം വെടിക്കെട്ടിന്റെ പ്രകമ്പനത്തിൽ തകർന്നു. അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല പ്രദേശവാസികൾ ഇപ്പോഴും. CV അനുമോദിന്റെ റിപ്പോർട്ട്. വെടിക്കെട്ട് പുര നിന്നിരുന്ന മുണ്ടത്തിക്കോടിന് അടുത്തുള്ള മുണ്ടുപറമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ മുണ്ടത്തിക്കോടിന് ഏകദേശം ഒരു 150-200 മീറ്റർ അകലെയാണ് ഈ വെടിക്കെട്ട് പുരയുള്ളത്. ആ വെടിക്കെട്ട് പുരയിലുണ്ടായ വലിയ സ്ഫോടനം അത് ഈ മേഖലയിലെ വീടുകളെല്ലാം തന്നെ ബാധിച്ചിട്ടുണ്ട്. ഓടിട്ട വീടുകളുടെ മേൽക്കൂര, അതിലെ ഓട് മുഴുവൻ വീഴുക, വിണ്ട് കീറിയ ഭിത്തികൾ, അതുപോലെ തന്നെ വീടുകളാണെങ്കിൽ വീടുകളുടെ ജനൽ ചില്ലുകളൊക്കെ പൊട്ടിയ അവസ്ഥയിൽ അങ്ങനെ വലിയ ഒരു നാശനഷ്ടമാണ് ഈ ദുരന്തം ഈ മേഖലയ്ക്ക് ഉണ്ടാക്കിയത്. നമുക്ക് ഇവിടുത്തുകാരായ ആളുകൾ അവരുടെ വീടുകളിൽ സംഭവിച്ച നാശങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ ഇത് ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഓടിക്ക് മനസ്സിലായിട്ട് ഇത് ഈ സാധനം ഇവിടെ ഉള്ളതാണല്ലോ. അപ്പം അങ്ങനെ അവിടെ വല്ലതും പറ്റിയിട്ടുണ്ടാവും എന്നുള്ള ധാരണയിൽ ഞാൻ ഓടി. അപ്പോഴേക്കും ഇതൊക്കെ ഉണ്ട്. ഈ ശബ്ദം എങ്ങനെ ഭൂകമ്പം എന്തോ നല്ല ഒരു മുഴക്കത്തിൽ. നിങ്ങൾക്ക് അവിടെ പോയിരുന്നോ? അവിടെ നല്ല സ്ഥലത്ത് പോയിരുന്നോ? ഞങ്ങൾ അതുവരെ പോയി. പിന്നെ അത് നോക്കി കാണാൻ പറ്റില്ല. ഒക്കെ അറിയണതോണേ പകുതി മുക്കാലും അറിയണ വീടുകളും ഞങ്ങൾ അറിയണതാണ്. ഞങ്ങളിവിടെ കൊല്ലം കുറേയല്ലേ ഇവിടെ താമസമായിട്ട്. അപ്പം അത് തന്നെ എല്ലാവരും അറിയണതാ. ഈ സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതാ. ഇന്നലെ ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ചു കിടന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് കേട്ടത്. ആ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇടിവെട്ടുകയാണ്. അങ്ങനെ ഇടിവെട്ടുമ്പോൾ ഞാൻ ഓടൊക്കെ പറന്നു പോയി. അങ്ങനെ ഓടി പുറത്തേക്ക് പൊക്കണം മക്കളെന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ എല്ലാവരും ഓടി പുറത്തേക്ക് വന്നു. അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ പാടത്തേക്ക് പോയി. അപ്പോൾ ശരിക്കും പാടത്തേക്ക് പോകാൻ പാടില്ല അത്ര. നമുക്ക് മരുമക്കൊക്കെ ഒന്നും അറിയില്ല. ഇവരൊക്കെ ഓടി പാടത്തേക്ക്. അപ്പോഴേക്കും അവിടെ വലിയ തരണം പൊട്ടി. അപ്പോൾ അവരെല്ലാവരും ഓടി ഇങ്ങടെ തന്നെ വീണ്ടും വന്നിട്ട് ഒക്കെ ഇവിടെ തന്നെ എല്ലാവരും ഒന്ന് നോക്കി. അത്രക്കധികം എല്ലാവരും പേടിച്ച് പറിച്ച് എല്ലാവരും ഉണ്ട് ഇവിടെ. മക്കളെല്ലാവരും ഉണ്ട്. 3 പെൺകുട്ടികളും വന്നിട്ട് പെരുന്നാളെ പോകാൻ. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കും. ചുമര് വീണ്ടു. ഈ വീടൊക്കെ ആകെ തകർന്നു. ഞാൻ എന്താ ചെയ്യാന്നൊരു പിടുത്തൂല്ല. ബാത്റൂമിൻ്റെ വാതിലുകൾ പൊളിഞ്ഞു. പിന്നെ ജനലുകളെല്ലാം തകർന്നു വീണു. പിന്നെ ചെറിയ ഉണ്ണിണ്ടായിരുന്നു. എൻ്റെ ഞൂല് ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കുട്ടീനെ വേഗം പൊതിഞ്ഞിട്ട് ഞങ്ങൾ സൗണ്ട് കേട്ടപ്പോൾ രണ്ടെണ്ണം ഞങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നു കുട്ടി. ആ തുണിയോട് കൂടിയായ കാരണം കുട്ടിയുടെ ചെവിട്ടിൽ ആ തുണിയായ കാരണം അങ്ങനെ ഇങ്ങനെ പേടിച്ച് ആകതായിട്ട് മുഖമൊക്കെ 3 മാസമായി പ്രസവിച്ച് കിടക്കുകയായിരുന്നു. എന്നിട്ട് വേഗം ഇനിയും വരും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓടി ഇവിടുന്ന് ആ പറമ്പിലേക്ക്. അങ്ങനെ പേടിച്ചിട്ട് വിളിച്ചു ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വാശിയുണ്ട്. പിന്നെ ഇപ്പൊ കിടക്കുമ്പോ ഇങ്ങനെ ഇടയ്ക്കായിട്ട് ഞെട്ടില് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ജനങ്ങളുണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര പേടില്ല. അവിടെ ഇന്നലെ ഇന്നും മിന്നാന്ന് തിങ്കളും ചൊവ്വയും എല്ലാവർക്കും പേടിയായി. നല്ല നിലവിളിയൊക്കെ ആയിരുന്നു. പിന്നെ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നായിരുന്നു പേടി. എനിക്ക് പിന്നെ അപകടങ്ങള് ഇങ്ങനെ മാത്രം ഒഴിവായിന്ന് മാത്രല്ല ജനലും അല്ല. സതീശനും കുറച്ച് പേര് എനിക്കറിയാം. പിന്നെ കൊറേ പുറമുന്ന ആൾക്കാര് കൂടുതലുണ്ട്. പണി കൂടുതലായ കാരണം പക്ഷെ ഇത്ര അടുത്ത് നമുക്കറിയില്ലായിരുന്നു. ഇങ്ങനെ എല്ലാവരും ഞെട്ടി. മേൽക്കൂര നഷ്ടമായവർക്കൊക്കെ വലിയ പേടിയുണ്ട്. ഒരു മഴ പെയ്താൽ ഇനി എന്താകും? ബാക്കി വീഴാൻ നിൽക്കുന്ന ഓടുകൾ വീണ് അപകടം ഉണ്ടാകുമോ? അങ്ങനെ പലവിധ ആശങ്കകളാണ് ഇവർക്കൊക്കെ. ജീവൻ തിരിച്ചിട്ടതിന് ആശ്വാസമുണ്ടെങ്കിലും വീടുകൾക്ക് സംഭവിച്ച നാശനഷ്ടം അത് പരിഹരിക്കാൻ സർക്കാരിൻ്റെ സഹായം ഏറെ വൈകാതെ കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് ഇവരെല്ലാം പങ്കുവയ്ക്കുന്നത്. അഖിലോട് പറകൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മുണ്ടത്തിക്കോട് ദുരന്തഭൂമിയിലും ഭക്ഷണപ്പൊതികളുമായി DYFI പ്രവർത്തകർ. മെഡിക്കൽ കോളേജിലും മുണ്ടത്തിക്കോടുമായി സന്നദ്ധ പ്രവർത്തകർക്കും ദുരന്തബാധിതർക്കുമായി 1000-ലേറെ പൊതിച്ചോറാണ് DYFI പ്രവർത്തകർ വിതരണം ചെയ്തത്. മുണ്ടത്തിക്കോട് ദുരന്തഭൂമിയിലാണ് ഞാനിപ്പോഴുള്ളത്. ഇവിടെ ഉച്ചയ്ക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും മറ്റും പൊതിച്ചോറുമായിട്ട് DYFI സഖാക്കൾ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്നറിയാം. അതിൻ്റെ കൂടെ ദുരന്തഭൂമിയിലേക്കും കൂടി ആണോ? നമ്മുടെ നാട് വല്ലാത്തൊരു വേദനയിലാണ്. ആ വേദനയിൽ അവരുടെ ഒരു ബുദ്ധിമുട്ടിലും ഇവിടെ സുരക്ഷാ പ്രവർത്തനം നടത്തുന്ന ആളുകളെ ഒന്ന് സഹായിക്കുക എന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന എന്ന രീതിയിലാണ് DYFI ഈ ഉദ്യമം ഏറ്റെടുത്തത്. ഇവിടെ ഏതാണ്ട് ഒരു 500 പേർക്ക് നമ്മളിവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ നേഴ്സിംഗ് ജോലികളൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുരിതത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന അവർക്ക് ഭക്ഷണം നമ്മൾ എത്തിച്ചു, കാലത്തെത്തിച്ചു.
ഉച്ചയ്ക്ക് ഈ പ്രദേശത്തും മോർച്ചറിയിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ഭക്ഷണം എത്തിക്കുക. ഈ ഒരു പ്രയാസ സമയത്ത് നമ്മളെ കൊണ്ടാകാവുന്ന ഒരു പ്രവർത്തനം ചെയ്യുക എന്നൊരു ഉദ്ദേശമാണ് ഞങ്ങൾ. ഏകദേശം എത്ര പേർക്കുള്ള ഭക്ഷണം എല്ലായിടത്തുമായിട്ട് എത്തിച്ചിട്ടുണ്ടാവും? ഒരു 1000 പേർക്കുള്ള ഭക്ഷണം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയാണോ? ഇവിടുത്തെ വീടുകളിൽ തന്നെ അല്ല, ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട്. അത് ഗുരുവായൂർ മേഖല കമ്മിറ്റി, ആ ഗുരുവായൂർ മേഖല കമ്മിറ്റി ഇന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് കുറച്ചും കൂടി അഡീഷണലായി നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഇന്നലെ മെഡിക്കൽ കോളേജിൽ പുഴയ്ക്കൽ ബ്ലോക്ക് കമ്മിറ്റി ഉണ്ട്. പുഴയ്ക്കൽ ബ്ലോക്ക് കമ്മിറ്റി ഇന്നലെ വൈകുന്നിട്ടും രാവിലെയും കൊടുത്തു. ഇവിടുത്തെ യൂത്ത് ബ്രിഗേഡ് നമ്മൾ കണ്ടിട്ടുണ്ട്, DYFIയുടെ യൂണിഫോം ഇട്ട് ഈ രക്ഷാപ്രവർത്തനത്തിനകത്ത് എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാണ്. ഇവിടുത്തെ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയിലെ സഖാക്കളാണ്. അവർ ഇന്നലെ ഈ അപകടം ഉണ്ടായപ്പോൾ തൊട്ട് ഈ കേന്ദ്രത്തിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന നിർദ്ദേശത്തിനനുസരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ മുൻപന്തിയിൽ തന്നെയുണ്ട്. എന്നാണെങ്കിലും DYFIയുടെ രക്ഷാപ്രവർത്തനവും അവരുടെ കാര്യങ്ങളൊക്കെ മുൻപേ പലവട്ടം തെളിയിക്കപ്പെട്ടതാണ്, അവർ തെളിയിച്ചതാണ്. അത് ഒരിക്കൽ കൂടി ഇവിടുത്തെ ദുരന്ത ഭൂമിയിലും അവർ ഭക്ഷണവുമായിട്ടും സഹായവുമായിട്ടും എത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിടെ കേരളത്തെ ഞെട്ടിച്ച നിരവധി വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2016 ഏപ്രിൽ 10 കൊല്ലം പൂറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ 110 പേരാണ് മരിച്ചത്. 2024 ഒക്ടോബർ 29 നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരമർക്കാവ് വെടിക്കെട്ട് അപകടമായിരുന്നു കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായ ഏറ്റവും ഒടുവിലത്തെ അപകടം. പ്രിയ പ്രേക്ഷകരെ, തൃശൂർ പൂരത്തിൻ്റെ ഭാഗമായി തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി വെടിക്കോപ്പുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന പടക്ക നിർമ്മാണശാലയിൽ ആണ് കഴിഞ്ഞ ദിവസം സ്ഫോടനം ഉണ്ടായത്. ഉഗ്രസ്ഫോടനത്തിൽ നിരവധി ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ ആണ് മരണപ്പെട്ടിട്ടുള്ളത്. പലരുടെയും ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൽ മരണപ്പെട്ടവർ ആര് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. തിരിച്ചറിയുന്നതിന് വേണ്ടി ശാസ്ത്രീയമായ പരിശോധനകൾ അടക്കം അനിവാര്യമാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. ആ സാഹചര്യത്തിൽ തന്നെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ നിരവധി സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഉത്സവ സീസണുകളിൽ ഒരു നൂറ്റാണ്ടിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ പോലും തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നു. ഒരു വർഷം തന്നെ ഒന്നിലധികം അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്കറിയാം, ഉത്സവങ്ങളും ആഘോഷങ്ങളുമൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ജീവിത രീതിയുടെയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഉത്സവ സീസണുകളിൽ വ്യാപകമായി വെടിക്കോപ്പുകൾ നിർമ്മിക്കപ്പെടാറും ഉണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സാധാരണ നിലയിൽ ക്ഷേത്ര ഉത്സവങ്ങളിൽ അടക്കം ഇത്തരം വെടിമരുന്നുകൾ പ്രയോഗിക്കുമ്പോൾ അത് അത്ര തീവ്ര ശേഷിയുള്ള വെടിമരുന്നുകൾ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഉഗ്രശേഷിയുള്ള വെടിമരുന്നുകൾ ആയിരുന്നില്ല എന്നതാണ്. പിന്നീട് ഈ ഉത്സവങ്ങളുടെയും ആഘോഷത്തിൻ്റെയും ഒക്കെ കാഴ്ചകളിൽ മാറ്റം ഉണ്ടാകുന്നു, മത്സര സ്വഭാവത്തിലേക്ക് അത് മാറുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പ്രദേശത്തുള്ള ഉത്സവം അത് എത്രത്തോളം പ്രൗഢഗംഭീരമായിരുന്നോ അതിലേറെ വലിയ ഉത്സവം നടത്തണം തൊട്ടടുത്ത പ്രദേശത്ത് എന്ന തരത്തിലൊക്കെ ക്ഷേത്രങ്ങളും ക്ഷേത്ര കമ്മിറ്റികളും തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.